കോട്ടയം NDAയിലെ ഭിന്നത തുറന്ന പോരിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ടാണ് കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാത്തത് എന്ന് PC ജോർജ് തുറന്നടിച്ചു. ക്ഷണിച്ചാലും പാർട്ടി പറഞ്ഞാലേ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും PC ജോർജ് പറഞ്ഞു. ഞാൻ എവിടെ പോകണം എങ്ങനെ പോകണം തീരുമാനിക്കുന്നത് BJPയുടെ നേതൃത്വമാണ്. ആ BJP നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കണ്ണൂർ, കാസർഗോഡൊക്കെയുള്ള ഇലക്ഷൻ കൺവെൻഷൻ, കണ്ണൂർ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള കൺവെൻഷനൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഞാൻ ഈ കോട്ടയത്തെ ഒരു കോട്ടയം യോഗത്തെ എന്നെ വിളിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ പങ്കെടുക്കും? അതായത് BJPയിൽ നിന്ന് സുരേന്ദ്രൻ പങ്കെടുക്കണമെന്നാണ് BJPയുടെ പാർട്ടി തീരുമാനം. സുരേന്ദ്രനും പ്രാദേശിക നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. എന്നോട് പങ്കെടുക്കാൻ ആരും പറഞ്ഞിട്ടില്ല, സ്ഥാനാർത്ഥിയും വിളിച്ചിട്ടില്ല, പാർട്ടിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ വിളിക്കാത്തടത്ത് എങ്ങനെ ഉണ്ടാഞ്ചില്ലെന്ന്? എനിക്ക് ഒരേ പ്രോഗ്രാം എനിക്ക് വിട്ടു തന്നിട്ടുണ്ട്. ആ പ്രോഗ്രാം അനുസരിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ടോബി ജോൺസണുടെ ഇപ്പോൾ വിവരങ്ങളുമായി. ടോബി, പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ PC ജോർജ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളികളുടെ എതിർപ്പ് അദ്ദേഹം നേരത്തെ പല ഘട്ടങ്ങളിലായി മറ്റു വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ടും പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ എന്താണ് PC ജോർജിന്റെ നിലപാട് കോട്ടയത്ത് പ്രചാരണത്തിനിറങ്ങാത്തതിൽ? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഒരു അസ്വാരസ്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അതിലൊരു എതിർപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു തൃപ്തിയില്ലായ്മ ഉണ്ടായിരുന്നു. പത്തനംതിട്ട സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ഒരു സീറ്റിൽ അൻലാനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്നതിൽ വലിയൊരു എതിർപ്പുണ്ടായിരുന്നു. അത് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അനിൽ ആന്റണി നേരിട്ട് വന്ന് അദ്ദേഹത്തെ കാണുന്നു, ആ പ്രശ്നം പരിഹരിക്കുന്നു, BJP നേതൃത്വം ഇടപെടുന്നു. അങ്ങനെ പത്തനംതിട്ടയിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കോട്ടയത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി പ്രശ്നമാണ്. കാരണം PC ജോർജിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു മേഖലയാണ് കോട്ടയം ജില്ല. അവിടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ NDAയുടെ പ്രചരണങ്ങളിലൊന്നും തന്നെ PC ജോർജിനെ കാണാത്ത ഒരു അവസ്ഥയുണ്ട്. കെ സുരേന്ദ്രന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് അദ്ദേഹം കോട്ടയത്തെ ഒരു പരിപാടിയിൽ NDA വേദിയിൽ ആദ്യമായി എത്തിയത്. അന്ന് ഷോൺ ജോർജും എല്ലാം പങ്കെടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം പ്രധാനപ്പെട്ട 2-3 പരിപാടികൾ നടന്നു. അതിലൊന്ന് ഈ NDA സ്ഥാനാർത്ഥിയുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ റോഡ് ഷോ ആയിരുന്നു. അതിൽ അദ്ദേഹത്തെ കണ്ടില്ല. ഓഫീസ് ഉദ്ഘാടനം, പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDAയുടെ ഓഫീസ് ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ കണ്ടില്ല. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് കൺവെൻഷൻ നടന്നത്. അതിലും PC ജോർജിനെ കണ്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. എന്തുകൊണ്ട് PC ജോർജ് പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഒരു തർക്കത്തിന്റെ ഭാഗമാണോ ഈ പ്രശ്നം എന്നുള്ള വലിയ ചർച്ചകളും ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് തുഷാർ വെള്ളാപ്പള്ളിയോട് നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. അപ്പോൾ എന്തിനാണ് PC ജോർജിനെ പോയി കാണുന്നത്? അദ്ദേഹം BJPയുടെ ഒരു നേതാവ് മാത്രമല്ലേ? അദ്ദേഹത്തെ ഇറക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രചാരണത്തിൽ കൊണ്ടുവരേണ്ടത് BJP നേതൃത്വമാണ്, അത് അവർ നോക്കിക്കോളും. എന്തായാലും താൻ നേരിട്ട് പോയി കാണുന്നില്ല, ക്ഷണിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അസ്വാരസ്യം ഈ NDAയ്ക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മറനീക്കി പുറത്തു വന്നത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് താൻ പരിപാടിയിൽ പങ്കെടുക്കാത്തത്. ക്ഷണിച്ചാൽ അതിനെക്കുറിച്ച് ആലോചിക്കും. BJP നേതൃത്വമാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം അന്തിമമായിട്ട് പറയേണ്ടത് എന്നുള്ളൊരു വിവരമാണ് PC ജോർജ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. ശരി ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്.